പോവാ? നമ്മള് കൊളുകുമലയിൽ പോവാണ്. ഹൈ ഗൈസ്, ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം കുലുക്കുമലയിലേക്ക് പോവാണ്. ഇപ്പോൾ ജീപ്പ് താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണി 3:30 ആയിക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ താഴേക്ക് പോവാണ്. ഭയങ്കര ഉറക്കം വരുന്നു ഗൈസ്. സോ നമ്മളിപ്പോൾ മേളിലേക്കുള്ള റൈഡിൻ്റെ ഹാഫ് വേ ആയി. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ഇവിടെ വയ്യാതായി. സോ നമ്മളിപ്പോൾ നടന്ന് മേളിലേക്ക് കുറച്ച് ദൂരം പോവുകയാണ്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ കൂടെ നടക്കാൻ പാടില്ല, പുലിയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മളെ ജീപ്പ് ഡ്രൈവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ലൈറ്റൊക്കെ ഇട്ട് തന്നു. One eternity later. സോ ഗൈസ്, നമ്മളങ്ങനെ കൊൽക്കുമല ഹയസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ് ഇസ് സിംപ്ലി ബ്രെത്ത് ടേക്കിംഗ്. അവിടുത്തെ കാറ്റും ആ ഒരു വ്യൂവും ഫുൾ പെയിൻറ്റിങ് വൈബ്സ് ആയിരുന്നു. സോ ബേസിക്കലി ഇത് തേനി ഡിസ്ട്രിക്റ്റിലാണ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ. ഇതൊരു 2160 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. ഗൗതം, ഇവിടം വരെ വന്ന എക്സ്പീരിയൻസ് എന്താ? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സ്ഥലം, അടിപൊളിയാണ്. നിഷാന, ഇവിടം വരെ വന്ന എക്സ്പീരിയൻസ് എന്താണ്? ജാസിറ, അഞ്ചും ഇവിടം വരെ വന്ന എക്സ്പീരിയൻസ് എന്താണ്? ഒരു രക്ഷയില്ല. ഇവിടെ ഈ സൺറൈസ് കാണാൻ വരുന്നത് മാത്രം തന്നെ ഭയങ്കര ഒരു വേർത്ത് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടുത്തെ ആ കാറ്റും ആ ഒരു വ്യൂവും സിംപ്ലി അമേസിങ്. പിന്നെ നമ്മളിവിടെ പീക്ക് സീസണിൽ വന്നാൽ ലൈക്ക് അറൗണ്ട് ഒക്ടോബർ ടു മെയ് നമുക്ക് ആ ക്ലൗഡ് ബെഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ഈ വ്യൂ നോക്കി നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, അത്രയ്ക്ക് അമേസിങ് ആണ്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ കുലുക്കുമല എത്തിയിരിക്കുകയാണ്. നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് കുറച്ചിങ്ങനെ മേളിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെ നല്ല വ്യൂ ആണ്. നമുക്ക് പക്ഷേ മറ്റേ താന്ന ക്ലൗഡ് ബെഡ് കിട്ടിയില്ല. മേള് വരെ വന്നതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? സോ ഇവിടെ കുറച്ചും കൂടെ നടന്നാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു ചെറിയ ഏരിയ ഉണ്ട്, ലൈക്ക് ടോയ്ലറ്റ്സും വാഷ്റൂംസ് ഒക്കെ ആയിട്ട്. ഒരു ചെറിയൊരു കാഫറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കുലുക്കുമലയിൽ ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു 4-5 ടെൻറ്റും ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്നൊരു അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ ഈ കുലുക്കുമലയുടെ ഏറ്റവും മേളത്തെ ഈ ഒരു മൗണ്ടൻ വേണമെങ്കിൽ നമുക്ക് ട്രെക്ക് ചെയ്യാം. 1 ഹവറാണ് ഇതിൻ്റെ ട്രെക്കിംഗ്. 2500 കൊടുത്താൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഫ്രീ ആണ്. പക്ഷേ 1 ഹവർ നമ്മൾ അതിൻ്റെ മേളിൽ ട്രെക്ക് ചെയ്ത് പോകണം. ഇച്ചിരി സ്റ്റീപ്പാണ്, പക്ഷേ ഗൈഡ് പറയുന്ന 1 ഹവർ എടുക്കത്തുള്ളൂ അതിൻ്റെ മേളിൽ ട്രെക്ക് ചെയ്ത് കയറാൻ. ഇനി നമ്മൾ എങ്ങോട്ട് പോവാന്നല്ലേ? ഈ ഒരു അമേസിങ് ലൊക്കേഷൻ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പം
വേൾഡ്സ് ഹയസ്റ്റ് എലിവേഷൻ ടീ പ്ലാന്റേഷനിലാണുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് കൊളുക്കുമല. ലെറ്റ്സ് മീറ്റ് ആൻജോ ഫ്രം പറയണം അങ്ങോട്ട്. തൃശ്ശൂർ. വി ആർ ഫ്രം CET. നമ്മളിവിടെ അർബൻ സ്റ്റഡി ചെയ്യാം. ഇവിടുത്തെ ചായക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്, ഏറ്റവും ഉയരത്തിലുള്ള. ഗൈസ്, ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട്. കെസിയ കുര്യൻ ഫ്രം കോതമംഗലം. പോണ്ടിച്ചേരി. കോതമംഗലം. ശ്രീ വെങ്കടേഷ് ഉണ്ട്. One eternity later. ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ട്രെക്ക് ചെയ്യാണ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ ഇൻ മൂന്നാർ ടൗൺ. ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ മൂന്നാർ ടൗൺ. അപ്പോൾ നമ്മൾ മറ്റേ ലയൺസ് പോയിന്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന വഴി. ഗായ്സ്, ആ ഒരു സൗണ്ട് കേട്ടോ, ഞാൻ ആദ്യം വിചാരിച്ചു അത് വാട്ടർഫോളിൻ്റെ സൗണ്ടാണെന്ന്. പക്ഷെ അല്ല, അതിവിടുത്തെ ഇൻസെയിൻ കാറ്റിൻ്റെ സൗണ്ട്. ഈ ഒരു സ്ട്രെച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും സൂപ്പർ കാറ്റും സൂപ്പർ ഭംഗിയുള്ള വ്യൂ പോയിൻറ്റ്സുമാണ്. എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ തോന്നും. ലൈക്ക് സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നമ്മളവിടെ ഒരു 1.5 to 2 hours അവിടെ ഉണ്ടായിരുന്നു. ഫുൾ നമ്മൾ ഫോട്ടോ എടുത്ത് കളിക്കുമായിരുന്നു. ഇതാണ് നമ്മളെ കോളേജിലെ ഫോട്ടോഗ്രാഫി ടീം. സോ ഗായ്സ്, ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാനവിടെ ഫോട്ടോ എടുത്ത് കളിച്ച് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ആ ലയൺസ് പോയിൻ്റ് പോലും എത്തിയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിൽ ഞാൻ തിരിച്ചു പോകുന്നു. സമയമായി. സോ നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമുക്ക് ആ ഒരു മല കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മണിക്കൂർ ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന മല. നമ്മളിവിടെ വന്നാൽ എല്ലാ സ്പോട്ടും ബ്യൂട്ടിഫുള്ളാണ്. സോ ഗൈസ്, നെവർ മിസ് ദ സ്പോട്ട്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ഇങ്ങനെ നമുക്ക് കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.